ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തിനോട് ബാഗ് എടുക്കാൻ പറഞ്ഞിട്ട് ശംഭു അവിടെ ഭയങ്കര ബഹളാണ്. മുത്തിന്റെ കൈയൊക്കെ പിടിച്ച് തിരിക്കുമ്പോൾ മുത്തിന്റെ കൈവിടാൻ എന്ന് പറഞ്ഞ് മണിക്കുട്ടി രുന്ത് വെച്ച് കൊടുക്കാണേ. അമ്മേ എന്ന് അവരിങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശംഭുവിന്റെ ഉള്ളിലൊരു ഐഡിയ തോന്നണേ. ആന്റിന്ന് നീട്ടി വിളിക്കാം. ആന്റി ഒന്ന് ഓടിവാ. അപ്പോഴേക്കും എന്താ ആന്റി എന്ന് വെച്ച് കാവ്യ വരുമ്പോ ശംഭു പറയും, എന്റെ കൈ പിടിച്ച് തിരിച്ചാന്റി എന്ന് പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങണേ. കാവ്യ ആകെ പേടിക്കും. അതില് അല്ലമ്മേ എന്ന് പറഞ്ഞ് മുത്തും മണിക്കുട്ടിയും സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും നീലിമ പറയും, നിങ്ങൾ അധികം സംസാരിക്കണ്ട, ഞാൻ കണ്ടു നിൽക്കുമല്ലായിരുന്നോ? പിള്ളേരെ കൊണ്ട് പ്രതികാരം ചെയ്യിപ്പിക്കാനാണോ കാവ്യയെ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? മണിക്കുട്ടി പറയും, സത്യമായിട്ടും അമ്മേ ഞങ്ങള്. നീലിമ പറയും, ഒന്നും പറയണ്ട, ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഇങ്ങനെയൊന്നും ശീലിപ്പിക്കല്ലേ കാവ്യ. അതേസമയം എന്റെ മോനെന്ന് നോക്ക്, അവൻ എത്ര മര്യാദയ്ക്കാ നിൽക്കുന്നതെന്ന്. അതിലും മുത്ത് അമ്മേ ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും കാവ്യ പറയും, മുത്തിനോട് ഞാനൊരു കാര്യം പറയാം, വഴക്കിനൊന്നും പോവരുത്. മുത്തിന് ആകെ സങ്കടാവും. മുത്ത് മുഖം പൊത്തി വെക്കാണ്. വീട്ടിൽ വരുന്നവരോട് നമ്മള് എപ്പോഴും നന്നായിട്ട് ബിഹേവ് ചെയ്യണം. മണിക്കുട്ടി പറയും, അമ്മേ മുത്ത്. അപ്പോഴേക്കും കാവ്യ എന്ന് കൃഷ്ണ വിളിക്കുന്ന നിൽക്കുമ്പോ ദാ വരുന്നു. എന്നിട്ട് ഇവരടുത്ത് പറയും, ഇനി പരാതിയൊന്നും കേൾപ്പിക്കരുത്, നല്ല കുട്ടികളായിട്ട് നിൽക്കണം. അതിലെ ശംഭു പറയും, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഇവര് നോ പറഞ്ഞ ആന്റി. കാവ്യ പറയും, ഹോ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എന്താ മുത്തേ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കാവ്യ അവിടുന്ന് വേഗം പോവാണ്. മുത്തനും മണിക്കുട്ടിക്കും നല്ല ദേഷ്യം വരും. ശംഭു പറയും, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് കളിച്ചതാ ഇങ്ങനെ ഇരിക്കും. ഞാനേ ബോയ്യാ, ആൺകുട്ടി, നിങ്ങളെ വെറും ഗേൾസ്. പെൺകുട്ടികൾ ഞാനായിരിക്കും എപ്പോഴും നിങ്ങളുടെ മുകളില്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ. മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ബാഗ് എടുക്ക്, വാമേ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവര് റൂമിലേക്ക് പോവാ. മുത്തും മണിക്കുട്ടിയും താല്പര്യം ഇല്ലെങ്കിലും ബാഗും എടുത്ത് അവരുടെ കൂടെ ചെല്ലാം. അങ്ങനെ മണിക്കുട്ടി റൂമിലെത്തി കഴിഞ്ഞാൽ പറയും, ഗസ്റ്റ് റൂമാണ്. ശംഭു പറയും, ഹോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം അല്ലേ അമ്മേ? നിലിമയും പറയും, അതേന്നെ. ആ ചെറുക്കൻ പറയും, ബാഗ് എടുത്ത് ബെഡിൽ വെക്ക്. അങ്ങനെ മുത്തും മണിക്കുട്ടിയും അതുപോലൊക്കെ ചെയ്യണേ. എന്നിട്ട് പിന്നെ ഞാനും അമ്മയും എപ്പോ വിളിച്ചാലും നിങ്ങൾ ഓടി വന്നേക്കണം, അല്ലെങ്കിൽ വിവരം അറിയും. പിന്നെ എന്റെ ബോഡി മുഴുവൻ മസിലാ, അറിയോ? കാണണോ മസില് എന്ന് പറഞ്ഞിട്ട് മസിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണുമ്പോ മുത്തിനും മണിക്കുട്ടിക്കും ചിരി വരിക. മണിക്കുട്ടി പറയും, ഇത് മസിലൊന്നുമല്ല, പിന്നെന്താ, പിത്തമാണ്, പിത്തം. അപ്പൊ മുത്തിനങ്ങ് ചിരി വരും. നീലിമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിത്തോ എന്ന് വെച്ചാ എന്താ? വാദം, പിത്തം, കഫം ഇങ്ങനെയൊക്കെ ഉണ്ടേ. വാ മണിക്കുട്ടി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവര് റൂമിൽ നിന്ന് പോവാ. അവര് പോയി കഴിഞ്ഞാല് നീലിമ ഡോർ ലോക്ക് ചെയ്യാ. എന്നിട്ട് ശംഭുവിന്റെ അടുത്ത് പറയും, രണ്ടിനെയും ഇങ്ങനെ വരട്ടി നിർത്തണം നീ. ആട്ടെ, റൂം ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലെ എന്റെ മോനെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒപ്പിച്ചു തരും മോന്റെ അമ്മ. പിന്നെ എന്റെ ഫോണിങ് എടുത്തേ, വേഗം ഫോണൊക്കെ എടുത്തു കൊടുക്കണേ. മോൻ പോയി റെസ്റ്റ് എടുക്ക്, അമ്മ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് റൂമിൽ നിന്ന് വാഷ്റൂമിലേക്ക് പോവാണ്. കുട്ടിയാണെങ്കിൽ അവിടെ ബെഡിലൊക്കെ തുള്ളി ചാടി നിൽക്കുക. ബാത്റൂമിൽ എത്തിക്കഴിഞ്ഞാല് നീലിമ ആ വാക്കിംഗ് സ്റ്റിക്കും കയ്യിലുണ്ടായിരുന്ന ബാൻഡേജൊക്കെ ഊരി വെക്കാണ്. കാരണം ഒരു കുഴപ്പമില്ല, എല്ലാം വെറും അഭിനയം മാത്രമായിരുന്നു. അതിനുശേഷം ഫോൺ എടുത്തൊരാളെ വിളിക്കണേ. അയാൾ പറയും, നീലിമയുടെ കോൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാൻ. അങ്ങോട്ട് വിളിക്കുന്നത് സേഫ് അല്ലല്ലോ. എന്തായി കാര്യങ്ങള്? ഞാനും മോനും കാവ്യയുടെ വീട്ടിൽ ഇവിടെ സെറ്റിലായി. അല്ല, നമ്മൾ ആലോചിച്ചുറപ്പിച്ചതുപോലെ എല്ലാം വർക്കൗട്ട് ആയല്ലോ അല്ലേ? ആക്സിഡന്റിലെ കൈയും കാലും വയ്യാത്തതുപോലെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയല്ലോ അല്ലേ? ഒരു പാവത്തിന്റെ ഭാവങ്ങളെ നിന്റെ മുഖത്ത് വരുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നീലിമ പറയും, ഞാൻ നന്നായി ആക്ട് ചെയ്തു. അപ്പൊ വിളിക്കുന്ന ആള് പറയും, ഇതൊക്കെ ചെറിയ തുടക്കം മാത്രമാണ്, യഥാർത്ഥ കളികൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീലിമ അവിടെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും എന്താണെന്ന് സമയാവുമ്പോ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്ത് നീ ആ കുടുംബം കീഴടക്കണം. നീലിമ പറയും, പറയുന്ന കാര്യങ്ങളെ ഒരു പടി കൂടി ചവിട്ടി പെർഫെക്റ്റ് ആക്കിയിരിക്കും ഞാൻ. അവൻ പറയും, കാവ്യയും കൃഷ്ണയും നമ്മൾ പറയുമ്പോ ചലിക്കുന്നൊരു പാവയായി മാറണം. നമ്മൾ ഒരിക്കൽ കെണിയിലെ അവര് തലവെച്ച് കഴിഞ്ഞു. നാളെ പാലക്കൽ തറവാട്ടിലെ റാണിയായി മാറണം നീലിമ റാണി. ആ കിരീടം അണിയാന് തയ്യാറായിരുന്നോ? ഓക്കെ. അപ്പൊ നീലിമ സ്വപ്നം കാണാണ്. ഓക്കെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ നീലിമ പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ ചെയ്തിട്ട് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇതേ സമയം കൃഷ്ണ കാവ്യടയ്ക്കും, നീ എന്തിനാ നീലിമ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ പോയത്? അതല്ലേ ഈ അപകടങ്ങൾക്കെല്ലാം കാരണം. അത് മൊബൈൽ ഫോണിലല്ല കൃഷ്ണ അവള് വിളിച്ചത്, ലാൻഡ് ലൈനിലാണ്. ആരാ വിളിക്കുന്നതെന്ന് എങ്ങനെ അറിയാനാ? സ്വപ്നത്ത് പോലും കരുതുന്നില്ലല്ലോ നീലിമയാണെന്ന്. ഇനിയിപ്പോ ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നുവെങ്കില് നീലിമ പിന്മാറുമായിരുന്നോ? അവള് നേരെ ഇങ്ങോട്ട് വരില്ലേ? കൃഷ്ണ പറയും, വല്ലാത്തൊരു ഊരാക്കൊടുക്കലാണല്ലോ നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നത്. തലമുടി നാരിലെ ഒരു വാള് തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന ഫീലാ. കൃഷ്ണ പറയും, തലമുടി നാരിലെ കെട്ടിയതാണെങ്കിൽ വാള് പൊട്ടി വീഴുന്നതെങ്കിലും കാണാമായിരുന്നു. ഇതിപ്പോ അദൃശ്യമായ എന്തിലോ ആണ് വാള് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. പൊട്ടി വീണാലും തലയിലേക്ക് തുളച്ചു കയറിയിട്ടേ വിവരം അറിയത്തുള്ളൂ. കാവ്യ പറയും, ഒരു സത്യം ഞാനിപ്പോ തിരിച്ചറിയുകയാണ്. ഇത്രയും കാലം നമ്മുടെ ജീവിതം സന്തോഷകരമായിരുന്നു എന്നുള്ള കാര്യം. അമ്മ ഓരോന്നിലും കയറി ഇടപെടുന്നുണ്ടെങ്കിലും മൊത്തത്തിലൊരു സ്വസ്ഥതയും സന്തോഷവും ഉണ്ടായിരുന്നു.
നീലിമയുടെ വരവോടുകൂടി എല്ലാം മാറി മറഞ്ഞു. മനസ്സ് തുറന്ന് ചിരിക്കാനും കളിക്കാനും ഇനി ഒരിക്കലും നമുക്ക് കഴിയില്ലേ കൃഷ്ണ? അറിയാതെ എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ്, കൈപ്പിഴ. അതിന്റെ കരുനിഴൽ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ പിന്തുടരുമെന്ന് ഓർത്തില്ല. എത്രയോ പകലുകൾ, ഉറക്കം വരാത്ത എത്രയോ രാത്രികൾ, എന്നും ഈശ്വരന്മാരെ വിളിച്ച് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സുകൊണ്ട് 1000 വട്ടം കുറ്റം ഏറ്റുപറഞ്ഞ് ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു, അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാ നീലിമയുടെ മോനെക്കുട്ടിയുള്ള ഇപ്പോഴത്തെ ഈ വരവ്. അതും ഒരു മുന്നറിയിപ്പും കൂടാതെ. എങ്ങനെ ശിക്ഷ കിട്ടാന് അത്രയും വലിയൊരു പാപാണോ ഞാൻ ചെയ്തത്? കൃഷ്ണ പറയും, മനഃപൂർവ്വമല്ലല്ലോ കാവ്യ നീ അന്ന് അങ്ങനെ ചെയ്തത്. നിവൃത്തികേടുകൊണ്ട് സംഭവിച്ചു പോയതല്ലേ. പശ്ചാത്താപാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തമെന്ന് നീ കേട്ടിട്ടില്ലേ? നീ ശരിക്കും പശ്ചാത്തപിച്ച് കഴിഞ്ഞതാ. കാവ്യ പറയും, പക്ഷേ നീലിമ എന്ന സത്യം മുന്നിൽ വന്ന് നിൽക്കാണ്. അവളെ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും നെഞ്ചിലൊരു ടൈം ബോംബ് കെട്ടിവെച്ച അവസ്ഥയായിരിക്കും. മറക്കണമെന്ന് വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക. ഈ സമയം കാവ്യ പഴയ ചില കാര്യങ്ങൾ ആലോചിക്കുക. അതായത് ഒരു റൂമില് കാവ്യ ആകെ പേടിച്ചിട്ടുണ്ട്. കൃഷ്ണയും രഞ്ജിത്തും തമ്മില് ആ റൂമിൽ വെച്ച് വഴക്ക് നടക്കണേ. ഈ സമയം കൃഷ്ണ ഒരു വിളക്കെടുത്ത് രഞ്ജിത്തിനെ അടിക്കുന്നുണ്ട്. രഞ്ജിത്ത് അത് വാങ്ങി കൃഷ്ണയെ അടിക്കാൻ നോക്കുക. അപ്പോഴേക്കും കാവ്യ അത് വാങ്ങിച്ച് രഞ്ജിത്തിനെയും അടിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും രഞ്ജിത്തും തമ്മിൽ അടിക്കുന്നതൊക്കെ ഇങ്ങനെ ഉള്ള ഒരു ഭാഗം കാവ്യയുടെ മനസ്സിലേക്ക് വരണേ. കാവ്യ നീ വിഷമിക്കാതെ. കാവ്യയുടെ ഈ മാറ്റം കണ്ടിട്ട് എനിക്ക് ടെൻഷനാവുന്നു. സത്യമായിട്ടും എനിക്ക് പേടി തോന്നുന്നു കൃഷ്ണ. ഒരു കൊലയാളിൽ നിന്ന് മുദ്രകുത്തി ജയിലിൽ പോകാന്ന് വെച്ചാൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അതിലും ഭേദം മരിക്കുന്നതാണ്. കാവ്യ എന്താ ഇത്? കാവ്യ പറയും, നീലിമ ഒന്നിനും മടിക്കില്ല. അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഉള്ള ഈ വരവ്. അതിന്റെ സൂചനത അവളുടെ ഓരോ വാക്കിലും ഉണ്ട്. എന്തും ചെയ്യാൻ തയ്യാറാണ് അവള്. കൃഷ്ണ പറയും, പക്ഷേ ഇപ്പം അവളുടെ ആരോഗ്യം ഓക്കെ അല്ലല്ലോ. നേരെ ചൊവ്വേ നടക്കാൻ പോലും പ്രയാസമുള്ള ഈ അവസ്ഥയില് അവൾ ഒന്നിനും തയ്യാറാവില്ല. പോരാത്തതിന് മോനും കൂടെയുണ്ട്. അവന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ നീലിമ പ്രതികാരത്തിന് ചാടി പുറപ്പെടില്ല. അതുകൊണ്ട് സമാധാനായിട്ടിരിക്കേ. കാവ്യ പറയും, കൃഷ്ണ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും എനിക്കതിനാവുന്നില്ല. മനസമാധാനം കിട്ടുന്നില്ല. കൃഷ്ണ പറയും, കാവ്യ ഞാനൊരു കാര്യം പറയട്ടെ. എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും പ്രതികാര ബുദ്ധിയാണെങ്കിലും നീലിമ ഒരു മനുഷ്യ സ്ത്രീയാണ്. ഞാൻ അവരെ ന്യായീകരിക്കുന്നതുമല്ല. എത്ര ക്രൂരതയുള്ള മനസ്സാണെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു നല്ല മനസ്സുണ്ടാകും. നന്മയുണ്ടായിരിക്കും. സ്നേഹം കൊടുത്ത് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ കഴിയും. ശാരീരികമായിട്ട് നീലിമ ഇപ്പോ അവശതയില്ല. അവിടെ വേദനയും പ്രശ്നങ്ങളും കാണും. നമ്മൾ അയാളെ ഒരു ഡോക്ടറെ കാണിക്കണം, ചികിത്സിപ്പിക്കണം. കാവ്യ ഞെട്ടാണ്. അതെ, അത് നീലിമയിട്ടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, സഹതാപം കാരണവുമല്ല. മറിച്ച് നമുക്ക് നമ്മുടെ കാര്യം നിറവേറ്റാൻ വേണ്ടിയാ. നമ്മൾ മനുഷ്യത്വത്തോടു കൂടി സംസാരിക്കുമ്പോൾ നീലിമ ഒന്ന് സോഫ്റ്റ് ആവാതിരിക്കില്ല. കാവ്യയ്ക്കും ഇതൊക്കെ നടക്കുമോ കൃഷ്ണ? നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് പരീക്ഷണം നടത്താനും ഞാൻ തയ്യാറാണ് കാവ്യ. അപ്പോഴായിരിക്കും മുത്ത് റൂമിലേക്ക് വരുന്നത്. ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോ മുത്ത ഡോറിന്റെ അടുത്ത് തന്നെ നിന്ന് ശ്രദ്ധിക്കണേ. കൃഷ്ണ പറയും, കാവ്യ ഞാനുണ്ട് കൂടെ. കാവ്യക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ട്. കൃഷ്ണ എന്ന് വിളിച്ച് കൃഷ്ണയുടെ നെഞ്ചത്ത് ചേർന്ന് കിടക്കണേ. എന്തുണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടണം. നമ്മള് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയരുത്. ഈ വീട്ടില് മറ്റാരും അറിയാൻ പാടില്ല. ഇതൊക്കെ മുത്തിങ്ങനെ കേൾക്കണേ. നീലിമാന്റെയും ശംഭുവിനെയും അമ്മയ്ക്ക് പേടിയാണോ? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തായാലും അത് കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിക്കാം മുത്ത്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. ചപ്പാത്തിയും കടലക്കറിയുമാണ്. ഭരത് കഷ്ടപ്പെട്ട് കഴിക്കാണ്. കൃഷ്ണയും ജയമോഹനെയും കാവ്യയുണ്ട് അടുത്ത്. അപ്പോഴേക്കും മണിക്കുട്ടിയും മുത്തും വരികയാണ്. നിങ്ങളെന്താ നേരത്തെ കഴിക്കാഞ്ഞത്? അച്ഛൻ വരട്ടെ എന്ന് കരുതി. മണിക്കുട്ടി പറയും, ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. ഭരത് വയ്ക്കും, അതെന്താ? മുത്ത് പറയും, എന്തായാലും ഞാൻ ഭരത് മാമന്റെ കൂടെ കഴിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും മണിക്കുട്ടി ആ പ്ലേറ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭരത് അത് വാങ്ങിക്കണേ. ജയമോഹന് പറയും, വീട്ടിലും മുതിർന്നവർ കഴിച്ചതിന് ശേഷം കുട്ടികൾ കഴിക്കാൻ ഇരിക്കേണ്ടത്. ഭരത് പറയും, കേട്ടില്ലേ? മുത്ത് പറയും, അതിനല്ലേ ഇപ്പൊ ഞാനും പറഞ്ഞത്. ജയമോഹനി പറയും, എന്റെ തറവാട്ടിലെ കാര്യങ്ങൾ പറയാൻ ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴായിരിക്കും നീലിമ വരുന്നത് കാണുന്നത്. അപ്പോ ആ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നിർത്തുക. വന്ന ഉടനെ ശംഭു അവിടെ കയറിയിരിക്കണേ. ഭരത്വയ്ക്കും ഇതേതാ ഒരു പടൻ, നീ മിണ്ടായിരിക്കടാ. അങ്ങനെ ഭരത് പറയും, പിള്ളേരൊക്കെ കൂടുതലുണ്ടല്ലോ, എല്ലാവർക്കും കൂടെ ഇരിക്കാനേ കസേര തകയോ? വേണമെങ്കിൽ ബെഞ്ച് എടുത്തിടട്ടെ. നീലിമ പറയും, ഞങ്ങളും കൂടെ വന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നതായിരുന്നു ഒരു മര്യാദ. എനിക്ക് അത്രയ്ക്ക് മര്യാദയൊന്നും ഇല്ല എന്ന് ഭരത് പറയുമ്പോ കാവ്യ പറയും, നിങ്ങൾക്കുള്ള ഭക്ഷണം റൂമിലേക്ക് കൊണ്ടുതരാന്ന് കരുതി. നീലിമയ്ക്ക് എപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ബുദ്ധിമുട്ടല്ലേ? നീലിമ പറയും, ഇറ്റ്സ് ഓക്കെ. കൃഷ്ണ ഒന്ന് മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോ, ഹലോ കൃഷ്ണ, എന്തൊക്കെയുണ്ട്? കൃഷ്ണ പറയും, സുഖം. അപ്പൊ നീലിമ പറയും, വന്നപ്പോ സംസാരിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, കാവ്യനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കാവ്യനെ നോക്കുമ്പോ കാവ്യ ആകെ പേടിച്ചിട്ടുണ്ട്. കഴിക്കും മോനെ എന്ന് പറഞ്ഞ് ശംഭുവിന് എടുത്തു കൊടുക്കുക. നീലിമ പറയും, ഇങ്ങനൊരവസ്ഥയിലായിപ്പോയി ഞാൻ. എനിക്കിങ്ങോട്ട് വരേണ്ടി വന്നു.
കൃഷ്ണയ്ക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ അസൗകര്യം? അപ്പോൾ ജയമോഹിനി പറയും, നല്ല അന്തസ്സുള്ള ചോദ്യം. ഒരാൾക്ക് അസൗകര്യം ഉണ്ടോന്നേ വീട്ടിൽ കയറി താമസിച്ചതിന് ശേഷമാണോ ചോദിക്കുന്നത്? നേരത്തെ എല്ലാം അന്വേഷിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വരാവൂ. ഇത് കേൾക്കുമ്പോൾ മുത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. കാവ്യയും കൃഷ്ണയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല പേടിയാണല്ലോ. അമ്മേ എന്ന് കാവ്യ വിളിക്കുമ്പോ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? ശരിയല്ലേ? 2 ആഴ്ച നിന്നതിനു ശേഷം അസൗകര്യം ഉണ്ടോന്ന് ചോദിക്കുന്നതായിരുന്നു ഇതിനേക്കാളും ഭേദം. കാവ്യ പറയും, ഭരത്തെ പ്ലീസ്. ഭരത് പറയും, ഹലോ ഹായ്, എന്റെ പേര് ഭരത്, എന്റെ ചേച്ചിയാ കാവ്യ. അറിയാം. ഭരത് വയ്ക്കും, അതെന്താ ഞങ്ങൾ പറഞ്ഞത് ന്യായമല്ലേ? എന്റെ അറിവിലെ ഈ വീട് കാവ്യയുടേതാ. നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുവെന്നേ ഉള്ളൂന്നാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരതരംഗ ദേഷ്യം വരും. പെണ്ണുപിള്ളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് സംസാരിച്ചോളണം. എന്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഭരതേ എന്ന് കാവ്യ വീണ്ടും വിളിക്കുമ്പോ ഭരത് പറയും, പിന്നല്ലാതെ. ജയമോഹിനി പറയും, പെണ്ണുപിള്ളെ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. 6 അമ്മാവന്മാരുടെ ഒരേ ഒരു അനന്തരമുള്ള ജയമോഹിനി. എന്റെ ഗംഗാധരേട്ടൻ ഉണ്ടായിരുന്നെങ്കിലേ നീയൊന്നും എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം എവിടെ? അപ്പൊ ഭരത് അച്ഛനില്ലെന്നുള്ള കാര്യം പറയണേ. എന്നെ പോലെ പ്രൗഢയായ ഗ്രഹനാഥയെ ബഹുമാനിക്കാൻ പഠിക്കേ. അതറിയാതെ വലിഞ്ഞു കയറി താമസിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ജയമോഹിനി മേഡത്തെ അല്ല, ഭരത്തിനെ ഉദ്ദേശിച്ചാ ഞാൻ പറഞ്ഞത്. മേഡത്തിന് കാവ്യയുടെ വീട്ടില് താമസിക്കാം, അമ്മയല്ലേ. ഭരത്തിനോ? പെങ്ങളുടെയും അളിയന്റെയും വീട്ടില് എന്നും ഇങ്ങനെ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്നത് ഭരത. അപ്പൊ ഭരത് പറയും, ഭരതനല്ല, താഴെ ബോളിലെ ഒരു ചന്ദ്രക്കലയുണ്ട്. ഓക്കെ അപ്പോ ഭരതാണ് ശരിക്കും വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്ന ആളെ. നിർത്തടി എന്ന് ഉച്ചത്തിൽ ജയമോഹിനി വിളിക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പൊ തന്നെ എല്ലാവരും നീലിമയെ നോക്കുമ്പോ നീലിമയുടെ മുഖം ആകെ മാറുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.